ഹായ്, എല്ലാവർക്കും ജ്യോതിസ് കറി വേൾഡിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മള് ഇന്ന് വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എന്താന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇന്ത്യൻ കോഫി റോസ് മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നാണ് കാണിക്കാൻ പോണത്. അതിലേക്ക് ആദ്യം നമ്മൾ ചെയ്യണത് ഈ 4 ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഇത് വേവിച്ചെടുക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യാൻ പോണ പ്രൊസീജിയർ. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഒരു കത്തി എടുത്തു. അതായത് 4 കഷ്ണങ്ങളാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് മാത്രം പോരാ, ബീട്രൂട്ടും വേണം, പിന്നെ ചെറിയൊരു കഷ്ണം ക്യാരറ്റും വേണം. ബീട്രൂട്ട് ഇതിൻ്റെ കൂടെ വേവിച്ച ഇതിന് 2 വിസിൽ മതി, അതിന് 4 വിസിലൊക്കെ വേണം. അപ്പം അതുകൊണ്ട് ഞാൻ അത് വേറെയാണ് വേവിക്കുന്നത്. ആദ്യം ഈ പൊട്ടറ്റോ ആണ് വേവിച്ച് മാറ്റി വയ്ക്കാൻ പോണത് കേട്ടോ. അപ്പോൾ കഴുകി വെച്ച പൊട്ടറ്റോ ആണ്, തോരൊന്നും കളഞ്ഞിട്ടില്ല, വേവിച്ചതിന് ശേഷം കളയാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത് വേവാൻ വേണ്ട കുറച്ച് വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. പൊട്ടറ്റോ വേവാൻ വേണ്ട ഉപ്പ്. 2-3 വിസിലടിക്കുക കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചെറിയ കഷ്ണം ക്യാരറ്റും ഒരു കുറച്ച് വലിപ്പമുള്ള ഒരു ബീട്രൂട്ടും ഇത് രണ്ടും കൂടി ഇങ്ങനെ മുറിച്ചിട്ട് ഇത് നമ്മൾ വേറെ വേവിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. 2 കുക്കർ ഉണ്ടായതുകൊണ്ട് നമുക്ക് 2 ഗ്യാസിൻ്റെ മുകളിൽ ഓരോന്ന് വെക്കായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ഒരു കുക്കറേ ഉള്ളൂ. അതുകൊണ്ട് ആദ്യം അത് വേവിച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ അടുത്തത് വേവിക്കാൻ പോകുന്നത്. ഇനി ഇത് ഒരു 4-5 വിസിലൊക്കെ അടിച്ചോട്ടെ. ക്യാരറ്റിന് അത്ര വേവ് വേണ്ട, ബീട്രൂട്ടിന് പക്ഷേ നല്ല വേവുണ്ടല്ലോ. പക്ഷെ അവർ 2 പേരും കൂട്ടുകാരായതുകൊണ്ട് ഞാൻ അവർ 2 പേരും ഒരുമിച്ച് തന്നെ ഇട്ടത്. അപ്പോൾ അതിരിക്കട്ടെ. ഒരു 5 വിസിലടിച്ചതിന് ശേഷം അത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചൂടായി ഇങ്ങനെ വരുന്നേ ഉള്ളൂ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ 2 സവാള അരിഞ്ഞ് വെച്ചില്ല. ഇത് ചെറുതായിട്ടോ നീളത്തിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അരിയാം. 2 സവാള ഇട്ടു. സവാള നമ്മളിങ്ങനെ നന്നായിട്ട് വഴറ്റ്. ഒരുപാട് ചുവന്ന കളറൊന്നും ആവണ്ട കേട്ടോ, ഒന്ന് വഴണ്ടി വന്നാൽ മതി. അതിൻ്റെ ഇടയിൽ ഞാൻ 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് 2 ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് നല്ല ഫ്രഷ് കരിവേപ്പില. ഇതെൻ്റെ വീട്ടിലത്തെ കരിവേപ്പിലയാണ്, നല്ല ഫ്രഷാണ്. അപ്പം ഞാൻ കുറച്ച് അധികം ഇട്ടു. നല്ല മണം ഉണ്ടാവുമല്ലോ കരിവേപ്പില. അത് ഇട്ടിട്ട് എന്ത് രസം കളർഫുള്ളായിട്ട് കാണാൻ. ആ ഇഞ്ചിയൊക്കെ നീളത്തിൽ അരിഞ്ഞപ്പോൾ നല്ല രസമില്ലേ കളർക്കണം. ഉള്ളി, ഇഞ്ചി, കരിവേപ്പില കിട്ടണം. ഇത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റുക. ഒരുപാട് ചോപ്പാ വേണ്ട, നാല് അപ്പോൾ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസ് ഒന്ന് സിമ്മിലേക്കാക്കി. ഇതിലേക്ക് ഒരുപാട് മസാലകളൊന്നുമില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അത്ര എരിയൊന്നും ഉണ്ടാവില്ലല്ലോ. നമ്മൾ 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഗ്യാസ് ഫ്ലെയിം കമ്മി ആക്കിയിട്ടാണ് വെച്ചിരിക്കണത്. പൊടികളൊക്കെ ഇട്ട് കൊടുത്തിരിക്കുകയല്ലേ, കരിയാൻ പാടില്ല. നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ 2 വേവിക്കുമ്പോൾ ഉപ്പിട്ടുണ്ടായിരുന്നു. ഞാൻ ഉരുളക്കിഴങ്ങ് ലേശം വായിലിട്ട് നോക്കിയപ്പോൾ അതിന് ഉപ്പ് പോരാ, ബീട്രൂട്ടിൽ ഉപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഉള്ളിക്കും കുറച്ചും കൂടി കിഴങ്ങിലേക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇതൊന്നും കൂടി നന്നായിട്ട് വഴറ്റുക. വേണ്ട കളറ്. ഇനി ഇതിലേക്ക് എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമ്മൾ ഈ വേവിച്ചതിലൊക്കെ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഇതിലേക്ക് ഒഴിക്കായിരുന്നു. വെള്ളം ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇത് മറ്റേ മസാല ദോശ ഉണ്ടാക്കണ പോലെ ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. ആ മസാല ദോശ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെള്ളമില്ലാതെ കട്ടിയിലായിരിക്കില്ല ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ, അതുകൊണ്ടാണ്. അപ്പോൾ വെള്ളം അതിൽ ഫ്ലെയിം ഞാൻ കുറച്ചും കൂടി സ്റ്റീം കൂട്ടി കൊടുത്തു. ഇപ്പോൾ ഒന്ന് നമ്മൾ മിക്സ് ചെയ്യുക.
എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇടുക. പിന്നെ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടി വേവിച്ചത് ഉറച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ലേശം കൂടി വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചത്, പച്ചവെള്ളം ഒഴിക്കരുത്. കണ്ടോ വെള്ളത്തിൻ്റെ അങ്ങനെ വെള്ളം ഇതുപോലെ വെള്ളം ഉണ്ടാവണം കേട്ടോ. അപ്പോഴാണ് ആ മസാല ദോശയ്ക്ക് വെക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. സാധാ മസാല ദോശയാകുമ്പോൾ നമുക്ക് ഇത്ര വെള്ളമൊന്നും വേണ്ട, വെള്ളത്തിൻ്റെ അംശമൊന്നും വേണ്ട. ഇതിലത് വേണം. നന്നായിട്ട് ഉപ്പും മുളകും ഒക്കെ പിടിക്കാൻ പാകത്തിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതുവരെ നിങ്ങളിങ്ങനെ മസാല ദോശ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു കൂട്ടുണ്ടാക്കിയിട്ട് മസാല കൂട്ടുണ്ടാക്കിയിട്ട് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റായിരിക്കും ഇതിന്. ഇവിടെ എൻ്റെ മരുമകനും എൻ്റെ പേരക്കുട്ടി വേദികക്കുട്ടി അറിയുമെന്നറിയില്ല, ഒരു ആർട്ടിസ്റ്റൊക്കെയാണ്. കത്താപ്പച്ചയുടെ റോസമ്മയായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. ഒക്കെ ഗ്യാസ് ഞാൻ സിമ്മിലാണ് കേട്ടോ വെച്ചിരുന്നത്. ഒന്നുകൂടിയൊക്കെ അങ്ങനെ ആ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടിയൊക്കെ ഒന്ന് കുത്തി ഉറച്ചിങ്ങനെ കൊടുക്കുക. അതാണ് ഇന്ത്യൻ ഓഫീസ് മസാല ദോശ മസാലക്കൂട്ടിൻ്റെ പാകം ഇങ്ങനെയാണ്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി എങ്ങനെയാണ് ഇത് വെച്ചിട്ട് നമ്മൾ മസാല ദോശ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ കല്ല് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, ചൂടായി. എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ചെറിയ കല്ലാണുള്ളത്. അതിനാദ്യം ഞാൻ തുണി വെച്ചിട്ട് തുറച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് മാവ് ഒഴിക്കാം കേട്ടോ. വലിയ കല്യാണെങ്കിൽ മസാല ദോശ കുറച്ചും കൂടി വലിപ്പമൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ കുറച്ചൊന്ന് സ്റ്റീം കൂട്ടി കൊടുക്കുക. ഫുള്ളായി കൂട്ടിയിട്ടില്ല, കുറച്ചേ കൂട്ടിയിട്ടുള്ളൂ. ഒന്ന് വേവട്ടെ കേട്ടോ. ഒന്ന് വേവ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നെയ്യ് ഇങ്ങനെ തേച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ സാധാ മാവിൻ്റെ മാവാണ്, സാധാ ദോശ ഉണ്ടാക്കുന്ന മാവാണ്. മസാല ദോശയ്ക്ക് വേണ്ടി അരച്ച മാവൊന്നുമല്ല കേട്ടോ. അങ്ങനെ റോസ്റ്റിനും ദോശയ്ക്കും വേണ്ടി അരയ്ക്കണ മാവുണ്ട്. അതെങ്ങനെ അരയ്ക്കണമെന്നും അതിൻ്റെ വീഡിയോ ഞാൻ വേറെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ സാധാ മാവിൽ ഇന്ത്യൻ ഓഫീസ് മസാല ദോശ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നാണ്. നമ്മൾ തേച്ച് കൊടുത്ത് ഇനി ഒന്ന് സ്റ്റീം കമ്മിയാക്കി വയ്ക്കുക. ഇനി അതൊക്കെ കടന്നിട്ട് മൊരിയട്ടെ. മസാല എടുക്കുക. അപ്പം ഞാനൊരു സ്പൂണ് വെച്ചു. ഇനി കുറച്ചും കൂടി വെക്കാം. ഒരുപാട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിത് വീട്ടിലായതുകൊണ്ട് ആൾക്കാർ 2, 3, 4 ഒക്കെ കഴിക്കുമല്ലോ. അപ്പം അതിൽ നിറയെ മസാല വരും. കടയിലാകുമ്പോൾ നമ്മൾ വലുതായിട്ട് ചുറ്റിയിട്ട് ഒറ്റ മസാല ദോശയല്ലേ കഴിക്കണം. കണ്ടോ, ഇങ്ങനെ തേക്കാൻ പറ്റുന്ന കണ്ടോ, അതെങ്ങനെ തേക്കാൻ പറ്റുന്നതാണ് ഇന്ത്യൻ ഓഫീസ് മസാല ദോശ. നിങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടി അതിൽ ഇത്തിരി കൂടി വയ്ക്കുന്നുണ്ട്. കുറച്ച് ബീട്രൂട്ട് അങ്ങനെ കടിക്കാൻ പാകത്തിന് കിടക്കണം കേട്ടോ. കിഴങ്ങൊക്കെ ഇങ്ങനെ കിടക്കണം, ചിലത് ഇങ്ങനെ നന്നായിട്ട് ഉടയണം. ഇതാണ് അതിൻ്റെ പാകം. അപ്പോൾ ഇങ്ങനെ വിട്ട് വരാൻ തുടങ്ങിയതാണ്. റോസ്റ്റ് ആയി എന്നുള്ളതിൻ്റെ പാകമാണത്. അങ്ങനെ വിട്ട് വരാൻ തുടങ്ങുന്നത്. അങ്ങനെ വരാൻ തുടങ്ങുമ്പോൾ നമ്മളിതിനെ എടുക്കുക. അത് തിരിച്ചും മറിച്ചൊന്നും ഇടേണ്ട കാര്യമില്ലല്ലോ, റോസ്റ്റല്ലേ. ഒരു മടക്കി നമ്മളിതിനെ തിരിച്ചൊരു മടക്കും കൂടി മടക്കി. അപ്പോൾ ഇതാണ് സ്വാദിഷ്ടമായ ഇന്ത്യൻ ഓഫീസ് മസാല ദോശ. കണ്ടോ, മസാലയുടെ മുകളിൽ തന്നെ റെഡൊക്കെ കാണുന്നുണ്ടോ. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മസാല ദോശകളൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അതാ നല്ല മസാല ദോശ, നല്ല ഉള്ളി സാമ്പാർ, ചട്നി ഇങ്ങനെ എടുക്കുക. മസാല ദോശ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സാമ്പാറിലൊന്ന് നന്നായിട്ട് മുക്കുക. അതിന് ശേഷം ഈ ചട്നിയിലൊന്ന് മുക്കുക. എന്നിട്ടിങ്ങനെ
അങ്ങനെ കഴിക്കുക. നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ അടുത്ത് കണ്ടോ, റെഡ് കളറിൽ കാണുന്നുണ്ടാവും. ഇതാണ് ഇന്ത്യൻ കോഫി ഹൗസ് മസാല ദോശ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണണമെങ്കിൽ ജ്യോതിസ് കറി വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെയും ബൈ.